വിദ്യാർത്ഥി സമരത്തിന്റെ വേലിയേറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിഞ്ഞെങ്കിലും ഇനിയും ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു സമര രീതിയെ നേരിടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചെങ്കിൽ അതെങ്ങനെ? എവിടെയാണ് ബി ജെ പിക്ക് പിഴച്ചത്? ഇനി പിഴക്കാൻ പോകുന്നത് എവിടെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പുതിയ കാലത്തെ സമരമുറയോട് എങ്ങനെ സമീപനങ്ങൾ കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അന്തരീക്ഷത്തിൽ നിഴലിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ, RSSന്റെ സൈദ്ധാന്തികന്മാർ. കേരളത്തിലെ ഒരു RSSന്റെ ബുദ്ധിജീവി പറഞ്ഞത്, ഞാനായിരുന്നു ഈ ചുമതലക്കാരനെങ്കിൽ ആ കുട്ടികളെ വെടിവെക്കുമായിരുന്നു, എന്നിട്ട് അവരുടെ ശവം എടുത്ത് മാറ്റുമായിരുന്നു എന്നൊക്കെ RSSന്റെ ഒരു സൈദ്ധാന്തികൻ വന്ന് വിഷലിപ്തമായ വാക്ക് പറയുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വാക്ക് പറഞ്ഞത് മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് നിയമ നടപടികൾ നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷെ RSSന്റെ സൈദ്ധാന്തികൻ RSS ഭരിക്കപ്പെടുന്ന ഗവൺമെന്റിനാൽ ഇത്തരം വാക്കുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാവാത്തതിൽ നമുക്കൊരു അത്ഭുതവുമില്ല. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ച സമീപനവും ആ സമീപനത്തിന് വിദ്യാർത്ഥികൾ എങ്ങനെ മറുപടി നൽകുന്നു എന്നതുമൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അഥവാ ജൻസിയെ നേരിടാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയാതെ പോയത്? ഇപ്പം ഈ RSS സൈദ്ധാന്തികൻ തന്നെ പറഞ്ഞ ഒരു കാര്യം തന്നെ ആലോചിക്കാം. ഇങ്ങനെ വെടിവെക്കും എന്നിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ആ വെടി എടുക്കുന്ന ഒരു ജനതയോടാണ് ഇവർ ഈ പറയുന്നത് എന്ന് ഓർക്കണം. കൃത്യമായിട്ട് പറഞ്ഞാൽ മാടമ്പി വർത്തമാനം പുതിയ കാലത്തെ തലമുറയോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ആ പറഞ്ഞവർക്ക് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോയി കിട്ടുമെന്നതാണ്. ഇപ്പൊ പേളിമാണിയെ നോക്കുക, ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആളാണ്. ഒരു ദിവസവും 2 ദിവസവും കൊണ്ടാണ് 4 ലക്ഷത്തോളം ആരാധകർ തന്നെ അൺഫോളോ ചെയ്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഈ കാലഘട്ടത്തെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. അഥവാ ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വളരെ കൃത്യമായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ TG മോഹൻദാസ് തന്നെ പല ഇത്തരം വിഷലിപ്തമായ വാക്ക് പറഞ്ഞു. പക്ഷെ ആ വാക്കിനോട് എങ്ങനെയാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികൾ അത് വകവെച്ച് കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആലോചിക്കുക, ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് നിരോധിച്ചപ്പോൾ അവർ ഓഫ്ലൈൻ ആപ്പ് വഴി വലിയ ആശയവിനിമയം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ മോദിയുടെ പഴയ പ്രസംഗങ്ങൾ അവർ ലൗഡ് സ്പീക്കറുകളിലൂടെ ഡൽഹിയിലെ ആ ജന്തർ മന്ദർ നഗരത്തിൽ അത് ആളുകളെ കേൾപ്പിക്കുകയുണ്ടായി. അന്ന് പ്രധാനമന്ത്രി അഴിമതിയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെ അലംഭാവത്തെക്കുറിച്ചും ഒക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവോ രാഷ്ട്രീയ നേതാവോ ഒക്കെ ആയിരുന്ന നരേന്ദ്രമോദി പ്രസംഗിച്ച ആ പ്രസംഗം അവരിങ്ങനെ കേൾപ്പിച്ചു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ചോദിക്കാൻ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ രാജി ചോദിച്ചുകൊണ്ട് ഈ സമരം രാജ്യവ്യാപകമാക്കി മാറ്റുമെന്ന് ജൻസി ഒരു സൂചന കൊടുക്കുകയാണ്. ഈ സൂചന അന്തപുരത്തിൽ എത്തിയതോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങളിലേക്ക് മാറ്റുന്നത്. മറ്റൊന്ന് ഇവർ പറഞ്ഞത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കുമെന്നാണ്. പാസ്പോർട്ട് റദ്ദാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അതൊരു പൗരത്വം തെളിയിക്കുന്ന ഒരു വിഷയമേ അല്ല, അതൊരു പൗരത്വം തെളിയിക്കുന്ന സംവിധാനമല്ല, അതുകൊണ്ട് അതിനെന്ത് എന്ന തരത്തിലാണ് പിന്നീട് വിദ്യാർത്ഥികളുടെ ചോദ്യം ഉണ്ടായത്. ഇതൊക്കെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് പാറ്റകളെന്ന് വിളിച്ചിട്ടില്ല എന്ന് വിശദീകരിച്ചപ്പോൾ സുപ്രീം കോടതിയിലെ ആ വീഡിയോ അവർ പുറത്തുവിടുകയാണ്. അങ്ങനെ കൗണ്ടറുകൾ ചെയ്യുവാനുള്ള ഒരു വലിയ തലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെൻറ്റുകൾ നടത്താൻ ഇവരുടെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലി കൊണ്ട് ഇനി സാധ്യമാകില്ല എന്നതാണ്. ഇവിടെ ഒരു സൂചന കൂടിയുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇവർ ഇനി എങ്ങനെ സമരത്തെ വികസിപ്പിച്ചെടുക്കണമെന്ന് കാലഹരണപ്പെട്ട ശൈലിയുമായി ഇനിയും മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇനിയും തീരുമാനിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇവർ പിന്നോക്കം പോകും എന്നുള്ളതാണ്. ഇപ്പോൾ പെട്രോളിൽ എത്തനോൾ കലർത്തുന്നതിനെതിരെ പുതിയ മൂവ്മെൻറ്റ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ വിഷയങ്ങളിലേക്കും ഈ ജൻസിയുടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കും. അത്തരം വിഷയങ്ങൾ സർക്കാരിനെ നിരന്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കർഷക സമരം, ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ സമരം, ത്രിഭാഷാ പദ്ധതിക്കെതിരായ പ്രതിഷേധം, ഏക സിവിൽ കോഡ്, SIR, അതിർത്തി സംസ്ഥാനങ്ങളിലെ
അസ്വസ്ഥതകൾ, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ കേന്ദ്ര സർക്കാരും ഒപ്പം BJPയും വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് കടുത്ത രോഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗങ്ങൾക്കെതിരെ അങ്ങനെ അങ്ങ് ഒറ്റ അടി മുന്നോട്ട് പോയില്ല. ഇപ്പം ഇനി നടക്കാനിരിക്കുന്നത് പ്രതികളെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രതികളുടെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യുക, അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖങ്ങളാണ്. അത്തരം ഏർപ്പാടുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലക്നൌവിലെ ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം സമാജ്വാദി പാർട്ടിയുടെ ഒരു MP പേരിലുള്ള ഒരു മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനത്തെ പൊളിച്ചെടുക്കണം. അതിൻ്റെ 40 കെട്ടിടത്തിൽ 39 കെട്ടിടവും പൊളിക്കണമെന്നാണ് മുനിസിപ്പൽ അധികൃതർ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള രാഷ്ട്രീയ ലാക്കാക്കിയുള്ള പ്രവർത്തനങ്ങളാണ്. ഈ പഴയ പോലെയല്ല. BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് BJP. അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വം കടത്തിവിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ ഇത്തരത്തിലുള്ള ഇരുനിറം ചൂണ്ടിക്കാട്ടാൻ പുതിയ സംവിധാനങ്ങളും പുതിയ മേച്ചിൽപ്പുറങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ആഴത്തിൽ അതിൻ്റെ കൃത്യതയിൽ ജനങ്ങളിലേക്ക് എത്തുന്നു, നല്ലവരായ ഹിന്ദു സഹോദരങ്ങളിലേക്ക് എത്തുന്നു. ഇവർ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അസാമിലെ ഒരു മന്ത്രിയുടെ BJP മന്ത്രിയുടെ ഒരു മകള് തന്നെയാണ് ഈ സമരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ABVPയുടെ ഉത്തർപ്രദേശിലെ പല ഘടകങ്ങളിൽപ്പെട്ട ആളുകളും ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിസന്ധിയിലാകുവാനും ആക്കുവാനും ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ കൃത്യമായി BJP അടുത്ത കാലത്ത് നേരിടാൻ പോകുന്ന പല അപായങ്ങളുടെയും സൂചനയായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും യുവാക്കളും തുടക്കമിട്ട സമരത്തോടെ സർക്കാരിനെതിരെ മുനകൂർപ്പിച്ച് മറ്റു പല സമരമുഖങ്ങളും താൽക്കാലികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവ വീണ്ടും സജീവമാകുന്നതോടെ കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷകളുടെ നാളുകളാണ്. ജനപ്രീതി ഇടിയുന്നതും ജനരോഷം ഇരട്ടിയാകുന്നതും പാർട്ടിക്കും സർക്കാരിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനോടൊപ്പം BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടാക്കാനിടയുണ്ട്. മിനിമം താങ്ങുവില ഉൾപ്പെടെ തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്ന് ആരോപിച്ച് വിവിധ കർഷക സംഘടനകൾ വീണ്ടും സമരത്തിന് ഒരുങ്ങുകയുമാണ്. നേരത്തെ രാജ്യ തലസ്ഥാനത്ത് മാസങ്ങളോളം കർഷക സമരം തുടർന്നത് കേന്ദ്ര സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാണ് ആക്കിയിരുന്നത്. ഡൽഹി അതിർത്തി മേഖലയിൽ വീണ്ടും സമരപന്തലുകൾ ഉയർന്നാൽ അത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാകും. കർഷക പ്രതിഷേധത്തിനൊപ്പം തൊഴിൽ മേഖലയിൽ അരക്ഷിതാവസ്ഥയും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലാളി പ്രതിഷേധം ശക്തിപ്പെട്ടു വരികയാണ്. സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള തൊഴിലാളി സംഘടനയായ BMSഉം സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യായമായ വേതനം, ജോലി സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏപ്രിൽ മാസം UPയിലെ നോയിഡയിൽ ദിവസങ്ങളോളം നീണ്ട തൊഴിലാളി സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പിടിച്ചു കുലുക്കിയതും നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളോട് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച ത്രിഭാഷാ പദ്ധതിക്കെതിരെയും വ്യാപക പ്രതിഷേധം ഉയരുന്നത് കേന്ദ്ര സർക്കാരിന് മറ്റൊരു തലവേദനയാണ്. രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ അസ്ഥിരാവസ്ഥയും ഭരണകൂടത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. വിപണിയിലെ മാന്ദ്യം, ഇന്ധനവില വർധനവ്, രൂപയുടെ ആവർത്തിക്കുന്ന മൂല്യ ഇടിവ്, വിലക്കയറ്റം, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ തകർച്ച തുടങ്ങി പ്രശ്നങ്ങൾ വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയതും സർക്കാരിന് തിരിച്ചടിയാവുകയാണ്. എത്തനോൾ കലർത്തിയ ഇന്ധനം അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ രഹിതരായ യുവാക്കളിലെ അസംതൃപ്തി പുകയുന്നതും ഭരണകൂടത്തെ അലോസരപ്പെടുത്തും. മോദിക്കും BJPക്കും ഏറെ കാലമായി പിന്തുണ നൽകുന്ന മധ്യവർഗം ഇക്കാരണങ്ങളാൽ അവരിൽ നിന്ന് അകലുന്നതും പാർട്ടിക്ക് രാഷ്ട്രീയമായ ആഘാതമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ഏകീകൃത സിവിൽ കോഡ്, വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം, അതിലൂടെ പുറന്തള്ളപ്പെടുന്ന വോട്ടർമാരുടെ ആശങ്ക, വിവിധ സംസ്ഥാനങ്ങളിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പുലർത്തുന്ന നിയന്ത്രണങ്ങൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ
ഭരണകൂട നടപടികൾ തുടങ്ങിയവ കേന്ദ്ര സർക്കാരിൻ്റെതിരായിട്ടുള്ള ജനരോഷം ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനരോഷത്തിൽ നിന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കുറെ കൂടി തങ്ങളുടെ സമരമുറകളിൽ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നത് സംബന്ധിച്ച് ഇനിയും ഗവേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കർഷകർ നടത്തിയതുപോലെ, വിദ്യാർത്ഥികൾ നടത്തിയതുപോലെയുള്ള സമരമുറകൾ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടത്താൻ സാധ്യമായിട്ടില്ല എന്നത് നമ്മളിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മൂവ്മെന്റുകൾ കൂടി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഒരു വലിയ ചേഞ്ച് തന്നെ നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഇനി അതിനെ നേരിടാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പാതിരാത്രി റീൽസ് ഇട്ടുകൊണ്ട് രംഗത്ത് വന്ന പ്രധാനമന്ത്രിയെ പോലെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറുവഴികൾ BJP തേടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഒരുപാട് രാഷ്ട്രീയ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ചില ചലനങ്ങൾക്കും അതോടൊപ്പം തന്നെ ചില പദ്ധതികൾക്കുമൊക്കെയുള്ള ഒരു ഇടമായിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല.